ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 25 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നിങ്ങൾ മന്ദബുദ്ധികളായി പോയല്ലോ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലല്ലോ. നിങ്ങൾ 3.5 കൊല്ലം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു എന്ന് പറയുന്നു. ലോകരക്ഷകൻ്റെ കൂടെ നിങ്ങൾ 3.5 കൊല്ലം നടന്നു, പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലല്ലോ. പ്രവാചകന്മാരുടെ എഴുത്തുകളിലും വചനങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലല്ലോ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ അപരിചിതനായ ഒരാൾ കൂടെ നടക്കുന്നത് അവർ കണ്ട് ആ ആളുമായി സംസാരിക്കുകയായിരുന്നു. ആ നാളുകളിൽ കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിൽ സഹിച്ചതായ യാതനകളെക്കുറിച്ച്, ക്രൂശാരോഹണത്തെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവരുടെ നിരാശയും തളർച്ചയും കണ്ടിട്ട് ആ അപരിചിതനായ മനുഷ്യൻ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്ന് നമുക്കറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മെശിഹാ തമ്പുരാൻ മഗ്ദലന മറിയാമിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്കാണ് പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുകയാണ്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഇന്നും ഒരുപക്ഷേ കർത്താവ് നമ്മെ നോക്കി അങ്ങനെ പറയുമോ? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ.
അത് ഞാൻ അനുഭവിച്ചിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുകയില്ല. കർത്താവ് അന്ന് കുരുടന്മാർക്ക് കണ്ണുകാഴ്ച കൊടുത്തു, ഇപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് പുണ്യമൊന്നും കിട്ടുകയില്ല, ആർക്കും മറുപടി തരാൻ പറ്റുകയുമില്ല. കർത്താവ് അന്ന് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഇപ്പോഴെന്താണ് മരിച്ചു കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാത്തത്? അതിനും നമുക്ക് മറുപടിയില്ല. അതിന് മറുപടി കിട്ടുവാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, കണ്ണുമടച്ച് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് തന്നെ അപകടകരമാണ്. ഈ ചിന്താക്കുഴപ്പങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉളവാകുന്നത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചിന്താക്കുഴപ്പത്തിന് ഇടകൊടുക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വചനം എന്തു പറയുന്നത് മാത്രം നോക്കിയാൽ മതി. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുക. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കുക. എല്ലാം നമ്മുടെ ഈ ചെറിയ മനസ്സിൽ കൊണ്ടുവന്ന് വരികയില്ല, മനസ്സിലായി വരികയില്ല, മനസ്സിലാകണമെന്നില്ല. നമ്മുടെ ഈ കൊച്ചു മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഈ മനസ്സിൽ കൊള്ളുമോ? നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നിങ്ങളിന്ന് വചനം കേട്ടിട്ട് പോയി പിന്നീട് എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് ഓർത്ത് നോക്കിയാൽ എല്ലാം കിട്ടുകയില്ല, സാരമില്ല. പക്ഷേ നാം ഓർക്കണം, ഈ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ചെറിയ മനസ്സിനെ മനസ്സിലാക്കാവുന്നതല്ലത്, എന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അനേകർക്ക് പറ്റിയിരിക്കുന്ന അപകടം വിശ്വാസരാഹിത്യമാണ്. വിശ്വാസമില്ല, സത്യവിശ്വാസമില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ട് അനേകരെ തളർന്നു പോകുന്നു. വിശ്വാസമില്ലാത്തതുകൊണ്ട് അനേകരെ വഴിതെറ്റി പോകുന്നു. വിശ്വാസമില്ലാത്തതുകൊണ്ട് അനേകർ തങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെല്ലാം ചോദ്യം ചെയ്യുന്നു. എല്ലാം ദോഷമാണ്. നിങ്ങൾ വിശ്വസിക്കൂ. അനുഭവമുള്ളവരുണ്ടല്ലോ, നിങ്ങൾ വിശ്വസിക്കൂ. അനുഭവമുള്ളവർ പറയുന്നു. ഞാൻ വായിച്ചു, ഭക്തസിംഗ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ പണ്ട് ഹൈദരാബാദിലുണ്ടായിരുന്നു. ഭക്തസിംഗ്, അദ്ദേഹം വിദേശത്ത് പോയി പഠിച്ച സമർത്ഥനായൊരു യുവാവായിരുന്നു. അദ്ദേഹം ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. ഒരു സിഖ് ബ്രാഹ്മണ യുവാവാണ്. അദ്ദേഹം ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അദ്ദേഹം പിന്നീട് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ദിവസം പെട്ടെന്ന് കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. നീ എഴുന്നേൽക്കുക, അത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹം എഴുന്നേറ്റു. നീ നേരെ മുന്നോട്ട് പോകുക. അദ്ദേഹം നടന്നു. ഇങ്ങനെ കർത്താവ് സംസാരിക്കുമോ? നിങ്ങൾക്ക് അത്ഭുതം തോന്നും. സംസാരിച്ചു, കേട്ടു. വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നു. നീ ഈ ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിയുക. വലത്തോട്ട് തിരിഞ്ഞു, യാത്ര ചെയ്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ നീ ഇനിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവിടെ കാണുന്ന ആ വീട്ടിൽ നീ ചെല്ലുക. കർത്താവ് കൃത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴാണ് അവിടെ ഒരു രോഗി അത്യാസന്ന നിലയിൽ കിടക്കുന്നു. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതൊരു ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം ഭക്തസിംഗിനെ ഒരുക്കി വിടുകയായിരുന്നു. തൊട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഓരോ സ്ഥലത്തും വലത്തോട്ട് തിരികെ, മുന്നോട്ട് പോകൂ, ഇടത്തോട്ട് തിരികെ, ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് നിർദ്ദേശിച്ച് കർത്താവ് നടത്തുന്നു. അങ്ങനെ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നിരന്തരം ഉപദേശം നടത്താനൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. നടക്കേണ്ടുന്ന വഴിയിൽ കൂടി നമ്മൾ നടത്തും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ക്രിസ്തുവിൽ ആശ്രയിക്കുക, ട്രസ്റ്റ് ചെയ്യുക. വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക. ആ ക്രിസ്തുവുള്ളതായ ആശ്രയവും വിശ്വാസവും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ജയിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ദൈവശബ്ദം കേട്ടുവന്ന് വരികയില്ല, എല്ലാവരും കേട്ടുവന്ന് വരികയില്ല, സാരമില്ല. ദൈവശബ്ദം കേട്ടുവന്ന് വരികയില്ല, അല്ലെങ്കിൽ ചില തോന്നലുകൾ നിങ്ങൾ ആശ്രയിച്ചു പോകും. അതും അബദ്ധമാണ്. തോന്നലുകളിലൊന്നും ആശ്രയിച്ച് പോകരുത്. കർത്താവിനോട് ഇങ്ങനെ പറയുന്നത് ഒരു തോന്നലുണ്ടാക്കുക, അതൊക്കെ അബദ്ധമാണ്. ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം കർത്താവിനോട് കാണിച്ചു തന്നാണെന്ന് ചിന്തിക്കുക, അതൊക്കെ അബദ്ധമാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊന്നും പോകാതെ ദൈവം, നിത്യനായ ദൈവം എന്നെ കാണുന്നു. ആ ദൈവം എന്നെ വിളിച്ചത് എന്നെ അന്ത്യം വരെ നടത്താനാണ്. ക്രിസ്തു എന്നെ വിളിച്ചത്, തൻ്റെ രക്തത്തിൻ്റെ വിലയായി എന്നെ കർത്താവ് സ്വീകരിച്ചത് കർത്താവിന് എന്നോട് കരുണ തോന്നിയതുകൊണ്ടാണ്. ഞാൻ പാപിയായൊരു മനുഷ്യൻ. എൻ്റെ കർത്താവേ, എൻ്റെ പ്രകൃതം മുഴുവൻ പാവമയമാണ്. എന്നാൽ നാഥ, നീ എന്നെ വിശുദ്ധിയിൽ കൂടി നയിക്കണമേ. നീ എന്നെ സത്യത്തിൽ കൂടി നടത്തണമേ. കർത്താവേ, രാജ്യത്തേക്ക് നീ എന്നെ ചേർക്കണമേ. ഈ ഒരു എളിയ പ്രാർത്ഥനയും ആശ്രയവും മാത്രം മതി, വേറൊന്നും വേണ്ട. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മരണം എനിക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുക. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ പാപങ്ങൾ കഴുകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. വേറൊന്നും ചെയ്യേണ്ട. എൻ്റെ പാപം കഴുകുകയാണ്. എൻ്റെ പാപം കഴുകി എന്നെ ശുദ്ധീകരിക്കുകയാണ്. അത് ആ തിരുരക്തമാണ്. അവിടെ ചിന്തിക്കുകയാണ്, 2000 കൊല്ലം മുമ്പ് ക്രിസ്തു മരിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തം എൻ്റെ ഇന്നത്തെ പാപം മാറ്റുന്നത് എങ്ങനെയാണ്?
ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ചാൽ പിടികിട്ടുകയുമില്ല. കാരണം ആത്മാവിൻ്റെ കാര്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ സാധിക്കുകയില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കുക. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കുക. അയ്യോ ബുദ്ധിഹീനരെ എന്നാണ് കഥ പറയുന്നത്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് കഥ പറയുന്നത്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിക്കുന്നത് എഴുതിയിട്ടില്ലയോ? നിങ്ങൾ വായിക്കാൻ എന്താണ് അർത്ഥം? നിങ്ങൾ ഗ്രഹിക്കാൻ എന്താണ്? ക്രിസ്തു മഹത്വത്തിൽ ഉണരുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലയോ? നിങ്ങൾ വായിച്ചിട്ടില്ലയോ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അത് ചോദിക്കുകയാണ്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. തീർന്നില്ല. അതിനുശേഷം കർത്താവ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി അതാണ്. എല്ലാം നമുക്ക് വ്യാഖ്യാനിച്ചു തരും. ഇത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം, നമുക്ക് എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അത് നമുക്ക് വ്യാഖ്യാനിച്ചു തരും. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം നമുക്ക് കർത്താവ് വ്യാഖ്യാനിച്ചു തരും. വിശ്വസിക്കുക, നിങ്ങൾ രക്ഷ നേടുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നിനക്കും നിൻ്റെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കാം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവരുടെ വിശ്വാസം കർത്താവ് തുറന്നു, വിശ്വാസത്തെ തുറന്നു. ഓപ്പൺ ദർ ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഉയർത്തെഴുന്നേറ്റ് വിശ്വാസം ചെയ്തത് വിശ്വാസത്തെ തുറന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ വിശ്വാസികളാകുക. നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്നും വിശകലനം ചെയ്യാതെ, ഒന്നും നിങ്ങൾ പഠിക്കാൻ നോക്കാതെ, ഒന്നും വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഒന്നും അപഗ്രഹിച്ച് ഗ്രഹിക്കണമെന്ന് ചിന്തിക്കാതെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക. ഈ വചനം മാറ്റമില്ലാത്ത വചനമാണ്. അതൊരു അന്ധതയല്ലത്, അന്ധവിശ്വാസമല്ല. കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് പൂർണ്ണമായ ഒരു വിശ്വാസം. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ അത്രയ്ക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ആ വചനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കടന്നു വരും. അങ്ങനെ നിങ്ങളുടെ അവിശ്വാസം മാറ്റിയിട്ട് വിശ്വാസം തുറന്നു വരും. ഓപ്പൺ ദർ ഫെയ്ത്ത്. വിശ്വാസം തുറക്കുന്നു. സ്തോത്രം. ഇന്ന് ഈ അനുഭവം നിങ്ങൾക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ അനുഭവം ഇല്ലാത്ത അനേകരുണ്ടല്ലോ. വേണ്ടത്ര വിശ്വാസം കിട്ടുന്നില്ല, വേണ്ടത്ര കിട്ടുന്നില്ല. വിശ്വാസം വേണമെന്നുണ്ട്, വിശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ വിശ്വാസം ഇല്ല. എന്ത് ചെയ്യാം? വേണ്ടാത്ത ചിന്തകൾ പെട്ട് കയറിയ ചോദ്യങ്ങൾ വരികയാണ്. എന്ത് ചെയ്യട്ടെ? എനിക്ക് രക്ഷ കിട്ടുന്നില്ല കർത്താവേ. ചോദ്യങ്ങൾ പൊന്തി വരുന്നു. എൻ്റെ ഹൃദയത്തിൽ മത്സര ചിന്തകൾ പൊന്തി വരുന്നു. ഹൃദയത്തിൽ അവിശ്വാസ ചിന്തകൾ പൊന്തി വരുന്നു. ഞാൻ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ലേശിക്കേണ്ട. നിങ്ങൾ പറയണം. അതും കർത്താവോട് പറയണം. കർത്താവേ, എനിക്കൊരു ശിശു മനസ്സ് തന്നാൽ മതി. ഒരു ശിശു ഹൃദയം, ഒരു ശിശുവിൻ്റെ മനസ്സിലേക്ക് തന്നാൽ മതി. എനിക്ക് കൂടുതൽ വിശകലനം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. അഗാധമായ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അളവറ്റ വലിപ്പം എന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രപഞ്ച രഹസ്യങ്ങൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവേ. ഞാനീ വസിക്കുന്ന ഈ ഭൂമി പോലെ എത്രയോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവേ. സൂര്യനിലേക്ക് ഇവിടുന്ന് 9.25 കോടിയിലധികം മൈലുകൾ ദൂരമുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലാതെ എനിക്കത് മനസ്സിലാവുകയില്ല. ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോയി എന്ന് പറയുന്നു, ചന്ദ്രനിൽ കൂടി നടന്നു എന്ന് പറയുന്നു. എനിക്കത് മനസ്സിലാവുകയില്ല. ഏതായാലും അതെല്ലാം ശാസ്ത്രജ്ഞന്മാർ ചെയ്ത കാര്യങ്ങളാണ്, കണ്ടുപിടിച്ചു. അവർ ചന്ദ്രയാത്രയ്ക്ക് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി പോയി, അതെല്ലാം കണ്ടുപിടിച്ചു. കർത്താവേ, എനിക്ക് അതൊന്നും മനസ്സിലാവുകയില്ല. ചന്ദ്രനിലെ അവിടുത്തെ മണ്ണും കുറച്ച് കല്ലുകൾ എടുത്തുകൊണ്ട് ആ യാത്ര ചെയ്ത് തിരിച്ചു വന്നതിൽ ഒരു ഭാഗം എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് പ്രദർശിപ്പിച്ചു. ചന്ദ്രനിലെ മണ്ണ്, ചന്ദ്രനിലെ കല്ലുകൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വിശ്വസിക്കാനില്ല. നമുക്കല്ലാതെ ഞാൻ കണ്ടോ? ഞാൻ മണ്ണ് കണ്ടിട്ടില്ല. ചന്ദ്രനിലെ മണ്ണ് ഞാൻ കണ്ടില്ല. ചന്ദ്രനിലെ മണ്ണോ കല്ലുകളോ ഞാൻ കണ്ടില്ല. ചന്ദ്രനിലെ താഴ്വരകളെക്കുറിച്ച് എനിക്ക് ഒന്നും ഒരു ഗ്രാഹ്യവുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അറിവുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, വിശ്വസിക്കുന്നു. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. ഞാനന്ന്, നിങ്ങൾക്ക് പലരും ചിന്തിക്കാം, പ്രായം കുറഞ്ഞുള്ളവർ ചിന്തിക്കാം, ഞാൻ അന്ന് ജീവിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രിസിറ്റി വരുന്നു, ഇലക്ട്രിസിറ്റി ഈ കമ്പിയിൽ കൂടി പകർന്നു വരുന്നു. ഞാൻ കാണുന്നില്ല, ഇലക്ട്രിസിറ്റി എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രിസിറ്റി അതൊരു ശക്തിയാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രിസിറ്റി, ആ വിദ്യുശക്തി എന്ന് പറയുന്നത് അത് ഈ കമ്പിയിൽ കൂടി പകർന്നു വരുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ അത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് അത് തൊട്ടാൽ കൈ പൊള്ളും, അല്ല തൊട്ടാൽ മരണം വരും.
മനസ്സിലാക്കുന്നു. ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് എനിക്ക് വെളിച്ചം കിട്ടുന്നത്, ബൾബ് തെളിയുന്നത്, ട്യൂബ് തെളിയുന്നത്. വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കുകയല്ല, നമ്മൾ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക വളരെ ലളിതമായ കാര്യമാണ്. കണ്ണുകൊട്ടങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ട എങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു മഹാഭാഗ്യമാണെന്ന് ഞാൻ പറയും. മഹാഭാഗ്യമാണ്. ദൈവം എനിക്ക് തന്നൊരു വലിയ കൃപ അതായിരുന്നു. ഒരു ചോദ്യവും വരില്ലായിരുന്നു. ഒരു ചോദ്യവും. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? കറക്റ്റ്, അതിൽ സംശയമില്ല. ഇതിനെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് അടുക്കുകയില്ല, വിശ്വസിക്കുകയില്ല. ഈ വചനത്തിലുള്ളതെല്ലാം എനിക്ക് പൂർണ്ണ വിശ്വാസം, ഒരു സംശയമില്ല. എനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. ഈ യഹസ്കേൽ പ്രവചനത്തിൽ ചില കാര്യങ്ങളൊട്ട് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ തന്നെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ബുദ്ധി അത്ര ചെറുതാണ്, എനിക്ക് ഗ്രഹിക്കാനുള്ള കഴിവത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുണ്ടോ? കറക്റ്റ്, സമ്പൂർണ്ണ സത്യം. അങ്ങനെ ഒരു വിശ്വാസം, ഒരു ലളിത വിശ്വാസം നിങ്ങൾക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 1973 പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അനേകം പേരും അതിനെ സംശയിച്ചു, തെറ്റിദ്ധരിച്ചു. ഇത് ഏതോ അന്ത്യകാല ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞു, ഇത് അന്ത്യക്രിസ്തുവിൻ്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു ആളുകൾ പലരും കളിയാക്കി. പക്ഷേ എനിക്കൊരാറ്റം പോലും സംശയം വന്നില്ല, ഒരു അണു പോലും സംശയം വന്നില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. കാരണം അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് അനുഭവം കിട്ടി. വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, എൻ്റെ പ്രകൃതത്തിൽ മാറ്റം വന്നു, എൻ്റെ കോപം മാറി, എൻ്റെ വാശിയും വഴക്കും മാറി, എൻ്റെ ദുശാഠ്യങ്ങൾ മാറി, എൻ്റെ ഹൃദയത്തിൽ ചില ഈർഷ്യകൾ മാറി, എൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനം വന്നു. തന്നെയുമല്ല, എനിക്ക് പാവബോധം വന്നു. പാവബോധം, ഞാനിത്ര നിസ്സാരനാണെന്നുള്ള ചിന്ത വന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസം തുറന്നു. സ്തോത്രം. രണ്ടാമതായിട്ട് നാം കാണുന്നത് എന്താണ്? ഓപ്പൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് വചനം തുറന്നു. ഓപ്പൺ ദ ഫെയ്ത്ത്. പിന്നെ അടുത്ത വാക്യം വായിക്കൂ. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വചനം തുറന്നു. വചനം തുറന്ന് കിട്ടുകയാണ്. യേശു തന്നെക്കുറിച്ച് മോശ തുടങ്ങിയ ചില പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വചനം തുറന്ന് കിട്ടി. അത് വേറൊരു മഹാഭാഗ്യമാണ്. വചനം തുറന്ന് കിട്ടുക. ഈ വചനത്തിൻ്റെ മാധുര്യം നിങ്ങൾക്ക് കിട്ടുക. വാസ്തവത്തിൽ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് എളിമപ്പെട്ടാൽ മാത്രം മതി. ഈ വചനം വായിക്കും തോറും മാധുര്യം ഊറി എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാം. ഞാൻ ഓർക്കുന്നു, ഞാൻ മനസ്സിൽപ്പെട്ട ആദ്യകാലത്ത് 17ാമത്തെ വയസ്സിലൊക്കെ മനസ്സിൽപ്പെട്ട കഴിഞ്ഞ ആദ്യകാലത്ത് ഞാൻ FS ലേഖനമൊക്കെ വായിച്ചിങ്ങനെ ആനന്ദിച്ചിട്ടുണ്ട്. FS ലേഖനത്തിൽ ഓരോ വാക്യം വായിച്ചിട്ട് പിന്നെയും ആ വാക്യം വായിക്കുമ്പോൾ എന്നിട്ട് പിന്നെയും വായിക്കുമ്പോഴെന്ന് അതിൻ്റെ അർത്ഥങ്ങളിങ്ങനെ അർത്ഥതലങ്ങൾ ഓരോന്നിങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. FS ലേഖനത്തിലെ 4, 5, 6 അധ്യായങ്ങൾ എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ 1, 2, 3 അത്ര എളുപ്പമല്ല. പക്ഷേ ഞാനത് എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വായിച്ചിട്ട് ഓരോന്ന് ഞാൻ വിശകലനം ചെയ്യും. ഈ അനാലിസിസ് എന്ന് പറയില്ലേ, അനലൈസ് ചെയ്യും. ഓരോന്നും എടുത്ത് ഓരോ വാക്യ ശകലങ്ങൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഞാൻ ചിന്തിക്കും, ഞാൻ പഠിക്കും. ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനത്തിൻ്റെ 1, 2 അധ്യായങ്ങൾ പിടികിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ പിന്നെയും വായിക്കും. പിന്നെ 3 അധ്യായം ലളിതമാണ്, മനസ്സിലാകും. റോമർ ലേഖനത്തിൻ്റെ ആദ്യത്തെ ഒരു 9 അധ്യായങ്ങൾ വരെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. 8ാം അധ്യായമൊക്കെ നല്ല മനോഹരമായ അധ്യായമാണ്, പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു 12ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ പാകത്തിനായി. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ വചനം നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. കർത്താവേ, വചനം എനിക്ക് തുറന്നു തരണമേ, വചനത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ, വചനം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ വചനം എന്താണ്? ഈ വെറും വാക്കുകളല്ല വചനം, വെറും ചില എഴുത്തുകളല്ല വചനം ഇറ്റ്സ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൈവീകമായ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകം എടുക്കുമ്പോൾ മുത്തിക്കൊണ്ടെടുക്കുന്നത്. വേദപുസ്തകം ഞാൻ ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. വേദപുസ്തകത്തിലെ ആ കടലാസുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡോ അല്ല ഞാൻ കാണുന്നത്, അതിനകത്തുള്ള ജീവൻ്റെ വചനത്തിൻ്റെ തുടുപ്പുകളാണ് ഞാൻ കാണുന്നത്. വചനത്തിൻ്റെ തുടുപ്പുകൾ അത് എന്നെ പരവശനാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് വേദപുസ്തകം എടുക്കുന്നത് വായിക്കുമ്പോൾ എനിക്ക് വലിയൊരു ആനന്ദം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വചനം തുറന്നു തരാൻ നിങ്ങൾ ആഗ്രഹിക്കണം. മോശ തുടങ്ങി എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു തരും, സംശയിക്കേണ്ട. ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു തരും, നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. അല്ല ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല,
വേണ്ട കർത്താവ്, എനിക്കിപ്പോൾ മനസ്സിലാകണമെന്നില്ല, ഞാൻ അക്കരെ വരുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതാണെങ്കിൽ നീ എനിക്ക് അറിയിച്ചു തരും. ഇവിടെ വെച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കറിയാൻ പാടില്ല കർത്താവെ, നിനക്ക് തിരിയുന്ന സമയത്ത് എനിക്ക് അറിയിച്ചു തരണേ, മതി. കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. വാസ്തവമായി നിങ്ങൾ ആഗ്രഹിക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, നിങ്ങൾ തിരുവചനം തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. ഒരു ദിവസം പോലും മുടങ്ങാതെ വേദപുസ്തകം വായിക്കണം. വെറുതെ ഓടിച്ച് വായിച്ചു തീർക്കാനല്ല, അർത്ഥം ഗ്രഹിച്ച് ഓരോന്നോരോ നിങ്ങൾ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനൊരു മലയാള ഭാഷാ അധ്യാപകനായതുകൊണ്ടും കൂടി ആയിരിക്കാം, ഈ നമ്മുടെ മലയാളം വായിക്കാൻ പലർക്കും അറിഞ്ഞുകൂടാ, മലയാള വേദപുസ്തകം വായിക്കാൻ പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ കൂട്ടായ്മയുള്ള ദൈവമക്കൾ പലരും വേദപുസ്തകം വായിക്കും തെറ്റിച്ച് കളയുന്നു. ഞാനതുകൊണ്ട് വേദവായനയ്ക്ക് ആരെങ്കിലും നിർദ്ദേശിക്കുമ്പോൾ ഞാൻ പറയും, ശരിയായിട്ട് വായിച്ച് ശരിയായിട്ട് നല്ല മിഴിവോടെ വായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. വേദപുസ്തകം വായിക്കാൻ പോലും അനേകർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ ചിന്തിക്കുക, മലയാള വേദപുസ്തകം വായിക്കാൻ അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷാണെങ്കിൽ കുറച്ചുകൂടി വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മലയാള വേദത്തിൽ മലയാള അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാ. ഓരോന്നും അക്ഷരങ്ങൾ തെറ്റിപ്പോവുകയാണ്. ഹെർമോഗേനിയസ് എന്നൊരു വാക്കുണ്ട്, ഒരാളുടെ പേരാണ്. അത് വായിക്കാൻ പലർക്കും അറിഞ്ഞുകൂടാ. അരിസ്റ്റോബുലോസ് വായിക്കാൻ അറിഞ്ഞുകൂടാ. അത് കാരണം ആ വാക്ക് വേദപുസ്തക ഭാഷ മലയാളം വെറും അക്ഷരം പഠിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പറയുന്നത്, മലയാള അക്ഷരം നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളെ കളിയാക്കി തോന്നരുത്, ചെറുതാക്കി തോന്നരുത്. മലയാളത്തിലെ പല അക്ഷരങ്ങൾ ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. മലയാളം നിങ്ങൾ കൂട്ടരെ, നിങ്ങൾ പഠിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ പൊതുവേ മലയാളത്തിൻ്റെ അധ്യാപകനാണെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോടായിരുന്നു ആഭിമുഖ്യം, കൂടുതൽ താല്പര്യം. കെമിസ്ട്രിയും ഇംഗ്ലീഷുമായിരുന്നു എനിക്ക് ഇഷ്ട വിഷയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ മലയാളം പഠിക്കേണ്ടതായിട്ട് വന്നുകൂടി. അങ്ങനെയാണ് സംഭവിച്ചത്. അത് ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയായിരിക്കും. ഏതായാലും ഞാൻ ചിന്തിക്കുകയാണ്, മലയാള ഭാഷയിൽ ഈ വേദപുസ്തകം എഴുതി കിട്ടിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്യും? ഈ വേദപുസ്തകം മലയാള ഭാഷയിൽ എഴുതി കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോ കറതീർന്ന ഭാഷയാണ്, തെറ്റില്ലാത്ത ഭാഷയാണ്. മലയാള ഭാഷയിൽ തെറ്റില്ലാത്തതിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് തർജ്ജമ ചെയ്തവരെ എത്രയോ ശ്രേഷ്ഠരായ വ്യക്തികൾ ഞാൻ ഓർക്കുന്നു. അവർ തർജ്ജമ ചെയ്ത് എത്ര നന്നായി എന്ന് ഓർക്കുന്നു. ഇല്ലെങ്കിൽ നാം എങ്ങനെ അറിയും? ദൈവം കൃപ ചെയ്യുന്നവർക്ക് മനോഹരമായ പുസ്തകം തന്നിട്ടുണ്ട്. ഈ വേദപുസ്തകങ്ങൾ വായിക്കണം. നിങ്ങൾ അർത്ഥം അറിഞ്ഞ് വായിക്കണം. വെറുതെ ഓടിച്ച് വായിക്കരുത്. ആത്മാവിനെ കൊടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ആത്മാവിനെ കെടുക്കരുതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആത്മാവിനെ കെടുത്തി കളയരുതെന്ന്. ഇങ്ങനെയുള്ളതായ തെറ്റുകൾ ധാരാളം വരുന്നുണ്ട്. നിങ്ങൾ ഓടിച്ച് വായിച്ചു പോകുന്നു. നിങ്ങൾ ചിന്തിക്കുന്നില്ല, എന്താ വായിച്ചെന്ന് ചിന്തിക്കുന്നില്ല. ഏറ്റവും കൃത്യമായിട്ട് ശരിയായിട്ട് നിർത്തി വായിക്കണം. നിങ്ങൾ വായിക്കുന്നത് ഗ്രഹിക്കണം. കാരണം വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്നാണ് ഫിലിപ്പോസ് ചോദിച്ചത്, ഷണ്ണനോട് ചോദിച്ചത്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? വായിക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കണം, വായിക്കുന്നത് ഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. നിങ്ങൾ വചനം വായിക്കണം. വചനാനുസൃതമായ പുസ്തകങ്ങളും വായിക്കണം. വചനത്തോട് ചേർന്ന് പോകുന്ന പുസ്തകങ്ങൾ വായിക്കണം. വെറുതെ വല്ലതും വായിച്ചു പോകരുത്. ധാരാളം പുസ്തകങ്ങളുണ്ട്. എല്ലാ പുസ്തകവും വായിക്കാൻ ഞാൻ പറയുന്നില്ല. ആത്മീയ പുസ്തകങ്ങൾ എന്നുള്ള പേരിലുള്ള അനേകം പുസ്തകങ്ങളുണ്ട്. ദുരുപദേശം തിരികെ കയറ്റിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഒന്നും നിങ്ങൾ വായിക്കേണ്ട. നമ്മുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാമല്ലോ, വീണ്ടും വീണ്ടും വായിക്കാമല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ വേദപുസ്തകത്തിൽ സാമാന്യമായൊരു ജ്ഞാനം കിട്ടും. സാമാന്യമായൊരു ജ്ഞാനം, ഇൻറ്റൻസീവ് സ്റ്റഡി ഒന്നല്ല. അതൊരു മുഴുവൻ ശരിയായി സമ്പൂർണ്ണമായുള്ളൊരു പഠനമല്ല. എങ്കിലും സാമാന്യമായൊരു ബോധം വേദപുസ്തക പുസ്തകങ്ങളെക്കുറിച്ച് കിട്ടും. നെഹമ്യാവിൻ്റെ പുസ്തകം എന്താണ്, എസ്രായുടെ പുസ്തകം എന്താണ്, സഖറിയ പ്രവചനം എന്താണ് പറഞ്ഞത്, ഹഗ്ഗായി പ്രവചനം എന്താണ് പറഞ്ഞത്, സെഫന്യാവ് എന്താ പറഞ്ഞത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. ഓരോ പുസ്തകത്തിൻ്റെയും ആശയങ്ങൾ, അതിൻ്റെ പശ്ചാത്തലവും മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പിടി കിട്ടും. ഇത് അവിടെയും ആദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ച് വരുമ്പോഴേക്കും അങ്ങനെ തലമുറകളിലൂടെ മനുഷ്യജാതി വളരുന്നതും അങ്ങനെ മനുഷ്യ സംസ്കാരം വികസിക്കുന്നതെല്ലാം നമുക്ക് വേദപുസ്തകത്തിൻ്റെ തളയിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വേദപുസ്തകത്തിൽ പ്രാധാന്യം കൊടുക്കുക. കർത്താവ് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരും. ഒന്ന്, ഓപ്പൺ ദർ ഫെയ്ത്ത്. രണ്ട്, ഓപ്പൺ ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം അവർക്ക് തുറന്നു കൊടുത്തു. അടുത്ത വാക്യം വായിക്കാം. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവരുടെ കണ്ണ് തുറന്നു. ഓപ്പൺ ദർ ഐസ്. അവരുടെ കണ്ണ് തുറന്നു.
അവരുടെ വിശ്വാസം തുറന്നു, അവർക്ക് വചനം തുറന്നു കൊടുത്തു. ഇപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, കണ്ണ് നിരോധിച്ചിരിക്കുകയായിരുന്നു. ഈ യേശുവാണ് കൂടെ ഉള്ളതെന്ന് അവരറിയാതെ അവരെ ഈ അപരിചിതനായ ഒരു മനുഷ്യൻ്റെ കൂടെ പോകുന്നതെന്നേ അവർ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ അവരുടെ കണ്ണ് തുറന്നു കിട്ടി. പ്രിയപ്പെട്ടവരെ, കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ശരിയായ കാഴ്ച ഇപ്പോഴും കിട്ടിയിട്ടില്ല. ശരിയായ കാഴ്ച, പുറമേയുള്ള കാഴ്ചയല്ല ഞാനീ പറഞ്ഞത്, ആന്തരികമായി ആത്മാവിൻ്റെ കാഴ്ച. അകത്തൊരു കണ്ണ് തുറന്നു കിട്ടണം, അകത്ത് തുറന്നു കിട്ടണം. നിങ്ങൾ പലരും അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. നിങ്ങൾ പലരും പ്രയത്നിക്കുന്നില്ല. നിങ്ങൾ സമയങ്ങൾ വൃഥാ കളയുന്നുണ്ട്. ഈ കൊച്ചുകുട്ടികളൊക്കെ അവർ വിലപ്പെട്ട സമയം എന്തെല്ലാം കാര്യത്തിനാണ് ചെലവഴിച്ച് കളയുന്നത്, എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ഈ കുട്ടികൾ ചെന്ന് വീഴുന്നത്. ഈ വീഡിയോ ഗെയിംസ് അങ്ങനെ, അതല്ലെങ്കിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അങ്ങനെ, അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ സമയം കളയാൻ നേരമില്ല. നിങ്ങൾക്ക് വിലയേറിയ ജീവിതത്തിൻ്റെ ലാക്കുകളും ലക്ഷ്യങ്ങളുമുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ഈ വീഡിയോ ഗെയിംസും അതുപോലുള്ളതായ അല്ലെങ്കിൽ കാർട്ടൂൺ പടങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനൊത്തതുപോലുള്ള നല്ല നല്ല പുസ്തകങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ളതായി ചെറിയ ചെറിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. പക്ഷേ നിങ്ങൾക്ക് അതിൽ രസം കിട്ടുന്നില്ല. നിങ്ങൾക്ക് സ്പോർട്സ് കാണണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണണം. അത് ടി വിയിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ സമയം കളയും. നഷ്ടമാണത്. വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ കുട്ടികൾ ചിലർ അതിലൊന്നും പോകാതെ ഒരു കളിയും കാണാതെ വേണ്ടത്ത കാര്യത്തിന് സമയം കളയാതെ നല്ലപോലെ പഠിക്കുന്ന അനേകം കുട്ടികളുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടം കുട്ടികൾ നല്ലപോലെ മരിച്ച് പഠിക്കുന്ന എന്ന് പറയട്ടെ, കഷ്ടപ്പെട്ട് പഠിക്കുന്ന അനേകം കുട്ടികളുടെ ഇടയിലാണ് ഈ ഒരു കുട്ടി എന്ന് പരീക്ഷ എഴുതുന്നത്. പെറിയിലായി പോവും. കഷ്ടപ്പെട്ട് പഠിക്കുന്ന നല്ല കുട്ടികൾ ധാരാളം പേരുണ്ട്. ഇപ്പോഴത്തെ പഴയ രീതിയിലുള്ള പഠനമല്ല. ഇപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുന്ന അനേകം കുട്ടികളുണ്ട്. അവരുടെ ഇടയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കോമ്പറ്റീഷനിൽ നിങ്ങൾ താഴെ പോകും. നിങ്ങൾ താഴത്തെ തട്ടിലേക്ക് താണു പോകും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും ചിന്തിക്കണം, വിലപ്പെട്ട സമയം കളയരുത്. ദൈവത്തിന് സ്തോത്രം. വിലയേറിയ സമയം കളയരുത്. ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വചനം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ അവരുടെ കണ്ണ് കാഴ്ച കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് പിന്നീട് അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒറ്റയ്ക്കൊരു കാര്യം, കർത്താവേ, എനിക്ക് അകത്തെ കണ്ണ് തുറന്നു തരണമേ. അകത്തെ കണ്ണ് തുറന്നു തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഉൾക്കണ്ണ് തുറന്നു തരണമേ. എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്നു തരണമേ. പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവേ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ. ദൈവമേ, നിൻ്റെ മഹാത്ഭുതങ്ങൾ കാണാൻ എൻ്റെ കണ്ണം തുറന്നു തരണമേ. നിത്യനായ ദൈവത്തിൻ്റെ വഴികളും വചനങ്ങളും മനസ്സിലാക്കാൻ എൻ്റെ കണ്ണം തുറന്നു തരണമേ. കർത്താവേ, ദൈവത്തിൻ്റെ വഴികളെന്ത്, ദൈവത്തിൻ്റെ വിചാരങ്ങളെന്ത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി എന്ത്, അത് മനസ്സിലാക്കാൻ എൻ്റെ കണ്ണം തുറന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അപ്പോൾ അവിടെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ തിരുവചനത്തിൻ്റെ വഴിയിൽ കൂടി ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം. വചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരുന്നതിനായി സ്തോത്രം. അത് കൃപയുടെ വചനം ഞങ്ങളുടെ മേൽ തൂകിയതിനായി സ്തോത്രം. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ വിത്ത് വിതച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ തലമേൽ വയ്ക്കണമേ കർത്താവേ. ആശീർവദിക്കണമേ കർത്താവേ. അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.